ഹലോ, ഞാൻ യു.എസിലെ നോർത്ത് ഡക്കോട്ട എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. അധികം പേർക്ക് അത് എവിടെയാണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ മാപ്പിൽ അത് സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. നോർത്ത് ഡക്കോട്ടയിൽ ഫാർഗോ എന്ന് പറയുന്ന സിറ്റിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഫാർഗോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്രൂട്ടലായ വിൻറ്റേഴ്സാണ്. -45 വരെയൊക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ പോകാറ്. ആ സമയത്തൊന്നും നമ്മൾ അധികം പുറത്തോട്ട് പോകാറില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ സമ്മറാണ്, അതുകൊണ്ട് ഞാൻ പുറത്ത് പോകാൻ തീരുമാനിച്ചു. ഇന്ന് ഒരു പാർക്കിലും പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരാനും കൂടെയായിരുന്നു എൻ്റെ പ്ലാൻ. കഴിക്കാൻ ഞാൻ ചൈനീസ് അല്ലെങ്കിൽ മെക്സിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴത്തെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണ് വണ്ടി കിടക്കുന്നത്. ഇത് വിൻറ്റേഴ്സിൽ ഒരുപാട് സഹായകരമാണ്. അല്ലെങ്കിൽ സ്നോ റിമൂവ് ചെയ്യേണ്ടി വരും. വണ്ടിയൊക്കെ നല്ല തണുത്ത് വിറച്ചിരിക്കുകയായിരിക്കും. അപ്പാർട്ട്മെൻറ്റ് തൊട്ട് വെളിയിൽ തന്നെ ഒരു റെയിൽ പാളമുണ്ട്. ഗുഡ്സ് ട്രെയിനുകളാണ് സാധാരണ അതിലെ പോകാറ്. അതിൻ്റെ ശബ്ദം ഒക്കെ ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് പിന്നീട് 5 മിനിറ്റ് വണ്ടി ഓടിച്ചാൽ നമ്മുടെ പാർക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ ഈ ഗ്രേപ്സ്, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി ഒക്കെ ഇവർ നടാറുണ്ട്. എന്നിട്ട് അത് ആകുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്ന് വേണമെങ്കിൽ കഴിക്കാം. എനിക്ക് ഇതുവരെയും കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ഡേറ്റ് എപ്പോഴും മിസ്സാവും. ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഗ്രേപ്സൊക്കെ പൊഴിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന കാണാം. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് കറക്റ്റ് ടൈം ആകുമ്പോൾ വരണമെന്നുണ്ട്. ഞാനിവിടെ സാധാരണ വരുന്നത് എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഉള്ളപ്പോഴാണ്. ഇതിലെ കൂടെ വെറുതെ ഒന്ന് രാവിലെ ആണെങ്കിലും നടക്കാൻ നല്ല സുഖമാണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നല്ല സുഖം കിട്ടും. ഇവിടെ ഒരു ആനിമൽ ഷെൽട്ടറും ഉണ്ട്. അവർ ഈ പെറ്റ്സിനെയൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഈ ഷെൽട്ടറിൽ നിന്ന് അവർ അഡോപ്റ്റ് ചെയ്ത് പോകാറുണ്ട്. നടന്നു വന്നപ്പോൾ ഒരു മുയലിനെ കണ്ടു. വലിയ പേടിയൊന്നും ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. ആൾക്കാരെ കണ്ട് നല്ല പരിചയമായതുകൊണ്ട് കുറച്ച് നേരം പോസൊക്കെ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ചൈനീസും മെക്സിക്കനും ഒന്നും കിട്ടിയില്ല. പകരം എനിക്ക് കഴിക്കാൻ മേടിച്ചത് ഹാംഗ്രി ജോ എന്ന് പറയുന്ന കടയിൽ നിന്ന് ചിക്കനും വെണ്ടയ്ക്ക ഫ്രൈയുമാണ്. വെണ്ടയ്ക്ക ഞാൻ ഉദ്ദേശിച്ചതുപോലെ അല്ല ഫ്രൈ ആക്കിയത്. എനിക്ക് ഈ പരിപാടി അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അൺഹെൽത്തി ആണ് എങ്കിലും എണ്ണയ്ക്കകത്ത് വറുത്ത് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗാർലിക് സോസൊക്കെ വെച്ചിട്ടായിരുന്നു. നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നത് വാർത്തയിൽ നിന്നും വ്ളോഗുകളിൽ നിന്നും കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ വ്ളോഗുകൾ വഴി അറിയിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തെറ്റുകളുണ്ടാവും. അതിൽ നിന്ന് ഞാൻ പഠിക്കാൻ ശ്രമിക്കാം. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഫാർഗോയിൽ നിന്നും പോകാം ദൂരെ, സൈനിങ് ഓഫ്.